നമസ്കാരം. ജനുവരി 2025 തത്സമയ സംവാദത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വടക്കേക്കാട് പഞ്ചായത്തിനെ പറ്റിയാണ്. രൂപീകരിച്ച കാലം മുതൽ കോൺഗ്രസിൻ്റെ ആധിപത്യമുള്ള, കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന പഞ്ചായത്താണ് വടക്കേക്കാട്. 60 വർഷം പിന്നിടുന്ന പഞ്ചായത്തിൽ 3 തവണ മാത്രമേ CPM അധികാരത്തിലെത്താൻ സാധിച്ചിട്ടുള്ളൂ. അതും സമ്പൂർണ്ണമായി ടേം പൂർത്തീകരിക്കാനും സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ കുത്തക വരാവുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണ് വടക്കേക്കാട് പഞ്ചായത്ത്. കഴിഞ്ഞ ഭരണസമിതിയിൽ 9 അംഗങ്ങൾ കോൺഗ്രസിനും 7 അംഗങ്ങൾ CPM-നും ഉണ്ട്. CPM-ൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കഴിഞ്ഞ തവണ കാഴ്ചവെക്കാൻ സാധിച്ചത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്തിനെ നയിച്ച മേഖലയിലെ പ്രാദേശിക നേതാവ്, ഏറ്റവും ജനപ്രിയനായ നബിൽ NMK ആണ് കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. CPM-ന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM-ൻ്റെ ഏറ്റവും ജനകീയമായ മുഖം പാർലമെൻ്ററി പാർട്ടി നേതാവ് രുക്മിയ സുധീറാണ്. ഇരുവരെയും ചർച്ചയിലേക്ക് ഏറെ വിനയപുരസരം സ്വാഗതം ചെയ്യുകയാണ്. ചർച്ചയിലേക്കും അവലോകനത്തിലേക്കും പോകും മുൻപ് ഞങ്ങൾ പഞ്ചായത്തിനെ പറ്റി തയ്യാറാക്കിയ ചെറു റിപ്പോർട്ട് കണ്ട ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്നാണ് വടക്കേക്കാട് പഞ്ചായത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തുന്നത്. പഞ്ചായത്ത് രൂപീകരണം മുതൽ 60 വർഷത്തിനിടെ 3 ഘട്ടത്തിൽ 5 വർഷം മാത്രമാണ് ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചുള്ളൂ. അതുതന്നെ കോൺഗ്രസിലെ അനൈക്യവും കരുണാകരന്റെ DIC-യുടെ വരവുമായിരുന്നു കാരണം. കൊടമന നാരായണൻ നായർ പ്രസിഡന്റായ ആദ്യ വർഷത്തിനുശേഷം തുടർച്ചയായ 30 വർഷം കോൺഗ്രസിലെ AC കുഞ്ഞുമോൻ ഹാജിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 7 സീറ്റ് നേടിയാണ് LDF ചരിത്രത്തിലെ മികച്ച നേട്ടമുണ്ടാക്കിയത്. കോൺഗ്രസിലെ പ്രശ്നങ്ങളിലാണ് LDF-ന്റെ പ്രതീക്ഷ. എന്നാൽ ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വികസന തുടർച്ചയ്ക്ക് ജനം കൂടെ നിൽക്കുമെന്നും UDF-ഉം ഉറപ്പിക്കുന്നു. ആകെ 16 വാർഡുകൾ ഉള്ളതിൽ കോൺഗ്രസ് 9, CPM 7 എന്നിങ്ങനെയാണ് കക്ഷിനില. 2 വാർഡുകൾ പുതുതായി ചേർത്തതോടെ ഇക്കുറി ആകെ 18 വാർഡുകളിലേക്കാണ് മത്സരം. പ്രധാന ഭരണനേട്ടങ്ങളായി ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നവ ഇവയാണ്: കല്ലിങ്ങൽ സ്കൂളിന് സ്ഥലം കണ്ടെത്തി, ഞമനേങ്ങാട് സബ് സെന്ററിന് സ്ഥലം കണ്ടെത്തി, നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 2 ഹൈടെക് അങ്കണവാടികൾ നിർമ്മിച്ചു. മാലിന്യം സംഭരിക്കാൻ എല്ലാ വാർഡിലും മിനി MCF-കൾ സ്ഥാപിച്ചു. എല്ലാ വീട്ടിലും ബയോബിൻ പദ്ധതി നടപ്പാക്കുന്നു. വിവിധ വാർഡുകളിൽ കുഴൽക്കിണർ നിർമ്മിച്ച് ശുദ്ധജല പദ്ധതി നടപ്പാക്കുന്നു. കാർത്തുപുള്ളിക്കുളം, വീട്ടിപ്പറമ്പിൽക്കുളം, അണ്ടിക്കോട്ടിൽ കടവ്, മുളക്കാംചേരിക്കുളം, കൊച്ചന്നൂർക്കുളം, ചക്കിത്തറത്തോട് എന്നിവ നവീകരിച്ചു. കുടുംബശ്രീക്ക് പുതിയ ഓഫീസും ഡിജിറ്റൽ ലൈബ്രറിയും നിർമ്മിച്ചു. എന്നാൽ തുടർച്ചയായ ഭരണം പഞ്ചായത്തിനെ വികസന മുരടിപ്പിലേക്ക് നയിച്ചു എന്ന് പ്രതിപക്ഷമായ CPM അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പൊതുശ്മശാനമില്ല. ജില്ലാ പഞ്ചായത്ത് തുക നൽകിയിട്ടും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. MCF നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം 7 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയിട്ടും പണി ചെയ്തില്ല. കളിസ്ഥലം ഇല്ല. നൂറ്റാണ്ട് പഴക്കമുള്ള പഞ്ചായത്തിലെ ഏക സർക്കാർ പ്രൈമറി വിദ്യാലയം ഇന്നും വാടക കെട്ടിടത്തിൽ. ലൈഫ് പദ്ധതിയിൽ ആകെ നൽകിയത് 58 വീട് മാത്രം. ഭൂരഹിതർക്കുള്ള പദ്ധതികൾ നടപ്പാക്കിയില്ല. പഞ്ചായത്ത് റോഡുകൾ തകർന്ന നിലയിൽ. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. പുതിയ പദ്ധതികൾ ഇല്ലാത്തതിനാൽ പാടശേഖരങ്ങൾ തരിച്ചു കിടക്കുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കും പദ്ധതികളില്ല. ഇത്തരത്തിൽ സമഗ്ര മേഖലയിലും വികസനമില്ലായ്മയാണ് കാണുന്നതെന്ന് CPM കുറ്റപ്പെടുത്തുന്നു. LDF-നും UDF-നും പുറമെ BJP സാന്നിധ്യം അറിയിക്കാൻ രംഗത്തുണ്ട്. വടക്കേക്കാട് പഞ്ചായത്ത് കഴിഞ്ഞ 60 വർഷത്തോളം ഉള്ള ഭരണം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ട എന്ന് പറയാവുന്ന തദ്ദേശ സ്ഥാപനം, തുടർച്ചയായ ഭരണം നടക്കുന്ന ഒരു പ്രദേശം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് എത്രമാത്രം ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ UDF നേരിടുന്നു? ഒപ്പം തന്നെ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനകത്ത് നടപ്പാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്? ഞങ്ങൾ UDF തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വടക്കേക്കാടിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന്, UDF-ന് മാത്രമാണ് വടക്കേക്കാട് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്തത് UDF ഭരിക്കുമ്പോഴാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു വലിയ ഒരു നേട്ടമായി തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ വടക്കേക്കാട് പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ ഇന്നുള്ള റോഡുകളായാലും ശരി, CHC ആയാലും ശരി, മൃഗാശുപത്രി ആയാലും ശരി, വില്ലേജ് ഓഫീസ് ആയാലും ശരി, എല്ലാ സ്ഥാപനങ്ങളും UDF-ൻ്റെ നേതൃത്വത്തിലാണ് അവിടെ വടക്കേക്കാട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ധൈര്യസമേതം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ 5 വർഷം ഭരണസമിതി പൂർത്തീകരിക്കുമ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ചയായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമോ അതെല്ലാം ഞങ്ങൾ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടാണ് ഈ 5 വർഷം പൂർത്തീകരിച്ചിട്ടുള്ളത്. പിന്നെ കേരള സംസ്ഥാന ഭരണത്തിൻ്റെ ഒരു ഭരണം UDF-ന് ഇല്ലാത്തതുകൊണ്ട്
ഞങ്ങളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായ ഒരു സഹകരണമോ സഹായമോ മറ്റു പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ 100% ഞങ്ങൾ വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 100% നികുതി പിരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 5 വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇടതുപക്ഷത്തിൻ്റെ കാര്യമായ ഒരു സമരം പോലും അവർക്ക് നടത്താനുള്ള ഒരു അവസരമുണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാര്യമായ ഒരു സമരം അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ച് ലഭിക്കുന്ന ഫണ്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 9 മെമ്പർമാർ കോൺഗ്രസിൻ്റെയും 7 മെമ്പർമാർ LDFിൻ്റെയുമാണുള്ളത്. പക്ഷേ നമ്മൾ മറ്റ് പഞ്ചായത്തുകൾ, തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ഭരിക്കുന്നവർക്ക് കൂടുതൽ ഫണ്ട്, പ്രതിപക്ഷത്തിന് കുറച്ച് ഫണ്ട് എന്ന രീതിയിലല്ല ഈ ഫണ്ടുകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിയത്. തുല്യമായി വീതിച്ചുകൊണ്ട് തന്നെ വാർഡുകളിലേക്ക് തുല്യമായി വീതിച്ച് നൽകിക്കൊണ്ടാണ് നമ്മുടെ ഭരണസമിതി ഫണ്ടുകളൊക്കെ വെച്ചത്. അതൊന്നും ഒരു വ്യത്യാസവും കാണിച്ചില്ല. അത് തന്നെയാണ് അവരുടെ കൂടുതലായിട്ട് അവർക്ക് ഒരു സമരം പോലും നടത്താൻ അവർക്ക് സാധിച്ചില്ല. പ്രധാനമായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട കാര്യമായ ഒരു സഹായവും നമുക്ക് ലഭിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ സംബന്ധിച്ച് ഒരു നാടിൻ്റെ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ശ്മശാനം. ആ ശ്മശാനത്തിന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ 2010 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അവിടെ ഒരു ശ്മശാനം നിർമ്മിക്കുകയും അത് വിറകുപയോഗിച്ച് ചെയ്യുന്ന ഒരു ശ്മശാനമായിട്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. സത്യത്തിൽ അതിലേക്ക് പോകാനുള്ള കാരണം നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു നമ്മുടെ ഇലക്ട്രിക് മെറ്റീരിയം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒട്ടേറെ ചെലവുകൾ പഞ്ചായത്തിന് വരും. അതിൻ്റെ വർഷത്തിൽ 1-2 പ്രാവശ്യം അത് കേടുപാടുകൾ വരും. അതിന് വലിയൊരു സംഖ്യ, ഏകദേശം 3-4 ലക്ഷം രൂപ അതിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം വിറക് ഉപയോഗിച്ച് മറ്റു പഞ്ചായത്തുകളിൽ നടത്തുന്ന പോലുള്ള ഒരു വിറക് ശ്മശാനം അവിടെ നിർമ്മിക്കുകയും അതിൽ ഏകദേശം 42ഓളം ബോഡികൾ അവിടെ ദയിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമുക്ക് പഞ്ചായത്തിൽ നമ്മളെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് നമുക്ക് പുതിയ ശ്മശാനത്തിനുള്ള ഫണ്ട് നൽകിയത്. ജില്ലാ പഞ്ചായത്തിൻ്റെ 68 ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ 13 ലക്ഷം രൂപയും കൂടി വെച്ച് 81 ലക്ഷം രൂപയാണ് അതിന് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് സർക്കാരിൻ്റെ തന്നെ കമ്പനിയായ കോസ്റ്റ് ഫോർഡിനെയാണ് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. കോസ്റ്റ് ഫോർഡാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഡിലേ അതിന് വന്നിട്ടുണ്ട്. കോസ്റ്റ് ബോർഡിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വർക്കുകളും അവരുടെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് ആണ് അവിടെ ശ്മശാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഞാനിത് എടുത്തു പറയാൻ കാരണം, കാര്യമായ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഈ ശ്മശാനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള അവരുടെ പരാതി. സത്യത്തിൽ അത് വേഗം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഫണ്ടുകളൊക്കെ തന്നെ പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പരാതി അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പ്രതിപക്ഷത്തിന് പറയാനില്ല എന്ന് ധൈര്യത്തോടു കൂടി തന്നെ ഞാൻ പറയും. വേറെ ഒരു പരാതിയോ സമരമോ അവിടെ നടന്നിട്ടുമില്ല. പിന്നെ മറ്റു എല്ലാ മേഖലയിലും, കാർഷിക മേഖലയിലായാലും ശരി, അതുപോലെ തന്നെ കുടിവെള്ളത്തിനായാലും 7 കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ ഉദ്ഘാടനത്തിനായി തയ്യാറായിട്ടുണ്ട്. ചെറിയ പണികൾ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ 2 മുൻ MP TM പ്രതാപൻ്റെ ഫണ്ട് ലഭിച്ചിട്ട് നമുക്ക് 2 ഹൈടെക് അംഗൻവാടികൾ നമുക്ക് അവിടെ നിർമ്മിക്കാൻ സാധിച്ചു. അതിന് സൗജന്യമായി സ്ഥലം ലഭിച്ചിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറി, അതുപോലെ തന്നെ പുതിയ ഒരു പദ്ധതിയാണ്. നമ്മളതിന് ഒരു സ്ഥലം നമ്മൾ ഏകദേശം തയ്യാറായിട്ട് ഒരു സ്ഥലം കൈമാറാൻ തയ്യാറായിട്ടുള്ള കടലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരാൻ പോകുന്ന ഭരണസമിതിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ ഒരു സബ് സെൻറ്ററിൻ്റെ പണി ഏകദേശം ഒരു 90% പണി പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. അതും സൗജന്യമായി ഒരു കുടുംബം നമുക്ക് നൽകിയ സ്ഥലത്താണ് നമ്മുടെ ആ പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന് നമുക്ക് കല്ലിങ്ങൽ സ്കൂൾ GMLP സ്കൂളിന് സ്ഥലമില്ലാത്തതിന് സ്ഥലം നമുക്ക് ലഭിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി സ്ഥലം ലഭിച്ചിട്ട് അത് പാടമാണ്. ആ നഞ്ച മാറ്റി കിട്ടാനുള്ള ഒരു കാലതാമസം ഉണ്ടായി. സർക്കാരിൽ നിന്നത് കിട്ടാനുള്ള കാലതാമസം ഉണ്ടാവുമല്ലോ. എന്തായാലും ശരി, അതിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു 99% അത് അതിൻ്റെ കമ്മിറ്റിയിൽ വെച്ച് അത് പാസ്സായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ഫണ്ട് വെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് MCF
MCF നമ്മൾ സ്വന്തമായിട്ടൊരു MCF ഉണ്ട്, അത് ചെറിയൊരു MCF ആണ്. പിന്നെ വാടക കെട്ടിടത്തിലും നമുക്കൊരു MCF ഉണ്ട്. മാത്രമല്ല നമ്മൾ വാർഡുകളിൽ 2 വീതം മിനി MCFകൾ നമ്മൾ വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വാർഡുകളിൽ നമ്മുടെ വലിയ MCFനുള്ള സ്ഥലം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമുക്ക് തന്നെങ്കിൽ പോലും അത് ഒരു കൃഷിയിടമാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പാടമാണത്. അത് മാറ്റി കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ നടപടികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു കൃഷിയുടെ ഇടയിൽ ഒരു MCF അവിടെ ചെന്ന് പണിയാന്നുള്ള കാര്യം പ്രയാസമാണ്. എന്നാലും അത് മാറ്റി കിട്ടിയാൽ നമുക്ക് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഇനിയുള്ള പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും കൃത്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായ ഫണ്ടുകൾ വിനിയോഗിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനകരമായിട്ട് പറയാൻ സാധിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ വിവേചനം മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തകത്ത് UDF നടപ്പിലാക്കിയ എല്ലാ വികസന പ്രവർത്തനങ്ങളോടും നിങ്ങൾ യോജിപ്പാണ്. ഒരു തരത്തിലുള്ള സമരം പോലും നടത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ CPM നേതൃത്വമുള്ള LDF ഈ ഭരണത്തെ വിലയിരുത്തുക? ഇവിടെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളൊരു സമരവും നടത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ സമരം നടത്തിയിട്ടല്ല ഉണ്ട്. ഇതിപ്പോൾ പറഞ്ഞു നമുക്ക് ഫണ്ടുകളൊക്കെ എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് തന്നിരുന്നതെന്ന് എല്ലാ വാർഡിലേക്കും. പക്ഷേ മുൻ പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് വാർഡുകൾക്ക് തുല്യമായിട്ടല്ല ഫണ്ട് ഫസലുൽ അലി ഉള്ള സമയത്ത് കഴിഞ്ഞ ടൈമിൽ അപ്പോൾ 2.5 വർഷമാണ് ഇവർ ഭരിച്ചിരുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത്. അപ്പോൾ അന്ന് ഫണ്ട് തന്നിരുന്നത് നമുക്ക് തുല്യമായ രീതിയിലല്ല, ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് തന്നിരുന്നത്. അത് നമ്മൾ പരാതി കൊടുത്തും അങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് അന്ന് ഫണ്ട് വികസന സെമിനാർ കഴിഞ്ഞു, അതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിന് ശേഷമാണ് നമുക്കതിനെ ഫണ്ട് കൃത്യമായി അന്ന് തന്നെ നമുക്ക് കുറേശ്ശാണ് ഫണ്ട് തന്നിരുന്നത്. പിന്നീട് അത് നമുക്കത് നമ്മൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് അവർ പഞ്ചായത്തിലേക്ക് ഒരു അറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. നമ്മളത് അല്ല പിന്നീടുണ്ട്. പിന്നീടെന്ന് വെച്ചാൽ ഫണ്ട് നൽകുന്നത് ഇതേപോലെ തന്നെയാണ്, നമുക്ക് കുറച്ച് തരും, നമ്മൾ ചോദിച്ചാൽ തന്നെയാണ് നമുക്ക് അതിന് ഫണ്ട് തരലുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫണ്ട് കിട്ടിയിരുന്നതും. അവരുടെ വാർഡുകൾക്ക് കൂടുതലും ഞങ്ങളുടെ വാർഡുകൾക്ക്, അതായത് പ്രതിപക്ഷത്തിൻ്റെ വാർഡിലേക്ക് ാണ് ഫണ്ട് തന്നിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ MCFൻ്റെ കാര്യം പറഞ്ഞു. MCFൻ്റെ സ്ഥലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ 7 സെൻറ്റ് സ്ഥലം കൊടുത്തിരുന്നു. ആ 7 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങൾ കളക്ടറും തഹസിൽദാരൊക്കെ ആയിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പറഞ്ഞത് 7 സെൻറ്റ് സ്ഥലം നഞ്ചിയായാൽ പോലും അതിൽ പണിയാനുള്ള അനുമതി ഞങ്ങൾ എന്തായാലും തരും. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ പഞ്ചായത്തിൽ നിന്ന് പ്രൊസീജിയർ നടത്തിയത് തന്നെയാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അനുവദിക്കാന്നുള്ളത് പറഞ്ഞത്. പക്ഷേ ഇവർ നഞ്ചിയാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു 7 സെൻറ്റിൽ നമുക്ക് നല്ലൊരു MCF പണിയാം. ഇതിപ്പോൾ വാടക കെട്ടിടത്തിലാണ്. അതുപോലെ തന്നെ ഒരു ലൈബ്രറി കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻ ഭരണസമിതിയുള്ള കാലത്ത് അതിന് ലൈബ്രറി എന്ന നിലയിലാണ് അതിന് ഫണ്ട് വകയിരുത്തിയിരുന്നത്. അതായത് മറ്റേ മാർക്കറ്റിൻ്റെ മുകളിലായിരുന്നു ആ ലൈബ്രറി ഉണ്ടായിരുന്നത്. ആ ലൈബ്രറിക്ക് 10-28 ലക്ഷം രൂപയോളം ഫണ്ട് വകയിരുത്തിയിട്ടാണ് ലൈബ്രറി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതിൽ MCF ആയിട്ട് മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടാണ് അതിൽ കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റോഡുകളായാലും റോഡുകൾക്ക് മുന്നേ കാലങ്ങളിലൊക്കെ ഈ പറഞ്ഞമാതിരി ഫണ്ട് വരുന്നത് നമുക്കൊന്നും തികയാത്ത ഒരു അവസ്ഥയാണ്. സംയുക്തമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വാർഡുകളിലൊക്കെ റോഡുകളൊക്കെ കൃത്യമായ രീതിയിൽ പണി കഴിഞ്ഞു പോയി. ഞങ്ങളുടെ വാർഡുകളിലൊന്നും റോഡുകളൊക്കെ ഇപ്പോഴും ശോചനീയമായ അവസ്ഥയാണ്. ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെയൊക്കെ ഫണ്ട് വെച്ചിട്ടാണ് ഞങ്ങളുടെ വാർഡുകളിലൊക്കെ എല്ലാ പ്രവൃത്തികളും നടന്നു പോകുന്നത്. അതേമാതിരി തന്നെ ഇപ്പോൾ ഈ പകൽ വീടില്ല, പകൽ വീടിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഇപ്പോഴും പകൽ വീടിൻ്റെ അവസ്ഥ പോയി കണ്ടാലറിയാം എന്താണ് പകൽ വീടിൻ്റെ അവസ്ഥ എന്നുള്ളത്. അതിന് അത്യാവശ്യം ഫണ്ട് വകയിരുത്തിയിട്ടാണ് പകൽ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോഴും പകൽ വീട് അടച്ചു തന്നെ കിടക്കുന്നത്. ഇതുവരെ തുറന്ന് പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പം ശ്മശാനത്തിൻ്റെ കാര്യം പറഞ്ഞു. ശ്മശാനത്തിൻ്റെ കാര്യത്തിന് 68 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടും ഇതുവരെയായിട്ടും അതിൻ്റെ പ്രവർത്തനം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുന്നൂർ പഞ്ചായത്തിലാണെങ്കിൽ 4 മാസം കൊണ്ട് അവരുടെ പുന്നൂർ പഞ്ചായത്തിൻ്റെ ശ്മശാനം അവർ ഉദ്ഘാടനം കഴിഞ്ഞു ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇതുവരെ അതിൻ്റെ ഒരു
നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഇവർ ഫണ്ട് വകയിരുത്തി എന്ന് പറയണു. പക്ഷേ ആ വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഭരണസമിതി അവസാനിക്കാനായിട്ട് മുന്നായിട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. പക്ഷേ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഫണ്ട് നമ്മൾ 13 ലക്ഷം പഞ്ചായത്തിൻ്റെ വകയിരുത്തി എന്നൊക്കെ പറയണു. പക്ഷെ അതല്ല വേണ്ടത്. ജനങ്ങൾക്കത് ഇവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ ആടിച്ചെങ്കിൽ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക വേണ്ടത്. പക്ഷേ നമ്മളുടെ ഈ പഞ്ചായത്തിലാണ് എല്ലാ ഇതും മന്ദഗതിയിലാണ് പോകുന്നത്. ഞങ്ങളുടെ എന്തായാലും ഇപ്പോൾ ഇനി ഞങ്ങളുടെ ഞങ്ങളുടെ ഭരണത്തിൽ കയറിയാൽ തന്നെ ഞങ്ങൾ അത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് ഭരിക്കുന്നത് CPM നേതൃത്വത്തിലുള്ള LDF സർക്കാരാണ്. സ്റ്റേറ്റ് ഈ പഞ്ചായത്തിനെ ഞെരുക്കുക എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷം സ്വഭാവമുള്ള ഒരു തദ്ദേശ സ്ഥാപനം എന്ന രീതിയിൽ സ്റ്റേറ്റ് കൊടുക്കേണ്ട ഫണ്ടൊന്നും കൊടുക്കുന്നില്ല എന്ന സമാന ആരോപണം പ്രസിഡന്റും പറയുന്നു. എല്ലാ പഞ്ചായത്തുകൾക്കും ഒരുപോലെ തന്നെയാണ് ഫണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്കാട് പഞ്ചായത്തിലേക്ക് വെച്ചാൽ പ്രത്യേകിച്ച് മാറ്റി നിർത്തണമെന്നില്ല. ഇവിടെ കൊടുക്കുന്ന ഫണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ തന്നെയല്ലേ കാര്യങ്ങൾ ബാക്കിയുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് മുറേപോലെ കിട്ടുള്ളൂ. ലൈഫ് മിഷൻ ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ പുന്നൂർ പഞ്ചായത്തിൽ 600ഓളം വീടും പുന്നൂർക്കുളം പഞ്ചായത്തിൽ 800ഓളം വീടാണ് നമ്മൾ ലൈഫിന് കൊടുത്തിട്ടുള്ളത്. വടക്കേക്കാട് പഞ്ചായത്തിൽ 100ൽ താഴെയാണ് ലൈഫിന് വീട് കൊടുത്തിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തിലേക്കും ഒരുപോലെ തന്നെയാണ് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അവരെല്ലാ ഫണ്ടുകളും ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വടക്കേക്കാട് പഞ്ചായത്തിൽ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് രേഖകൾ നോക്കിയാൽ അറിയാം എത്ര വീടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആകെ 100ന് താഴെയുള്ള വീടുകൾ കൊടുത്തിട്ടുള്ളൂ. അതേമാതിരി വീടും സ്ഥലവും ഇല്ലാത്തവർക്കുള്ള ഫണ്ട് ആകെ ഒരാൾക്കാണ് കഴിഞ്ഞ ടൈമിൽ കൊടുത്തിട്ടുള്ളത്. ഭൂരഹിത ഭവനരഹിതർക്ക് ഇതുവരെ അവർക്ക് ഒരാൾക്കും പോലും കൊടുത്തിട്ടില്ല. അതിനുള്ള ഫണ്ട് വകയിരുത്തിയാലും നമുക്ക് എത്ര ജനങ്ങളാണെന്നറിയോ വാടക ക്വാർട്ടേഴ്സിലൊക്കെ താമസിച്ചിട്ട് വാടക വീട്ടിലൊക്കെ താമസിക്കണം. ഞങ്ങളടുത്ത് ചോദിക്കും എന്താ മെമ്പറെ കിട്ടാത്തതെന്ന്. പക്ഷേ ഇവിടെ ഫണ്ട് വെച്ചാലേ നമുക്ക് അവർക്ക് അതിനുള്ള ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുവരെ ഭൂരഹിത ഭവനരഹിതർക്കുള്ള ഫണ്ട് ഇതുവരെ വകയിരുത്തിയിട്ടില്ല. എന്താ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ ആരോപണം അതേപോലെ തന്നെയാണല്ലോ LDFന്റെ ആരും പറഞ്ഞത്. അതായത് പ്രതിപക്ഷ വാർഡുകളോട് നിങ്ങൾ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട പല ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്തു. നേരിട്ട മറുപടി അത് മെമ്പർ എന്തടിസ്ഥാനമെന്ന് പറഞ്ഞെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ രേഖകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി തന്നെ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് 100% ഉറപ്പായി പറയാൻ സാധിക്കും. ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ MLA അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ MLA ഫണ്ട് കൊടുക്കുന്നുണ്ട്. MLA ഏത് ഫണ്ടാണ്? UDF ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ പോലും MLA ഒരിക്കലും ഒരു UDFന്റെ ഒരു മെമ്പറെ വാർഡിലേക്കും ഒരു ഫണ്ടും തന്നിട്ടില്ല. പഞ്ചായത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഫണ്ടുകളൊന്നും തന്നിട്ടില്ല. ഇപ്പം ശ്മശാനത്തിൻ്റെ ഫണ്ട് തന്നെന്ന് പറയുന്നത് ശ്മശാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്താണ് ഫണ്ട് തന്നത്. ഒരു പ്രശ്നം പുന്നൂർ പഞ്ചായത്ത് ഈ പറഞ്ഞ പോലെ 4 മാസം കൊണ്ട് ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. അതിന് ആ ഫണ്ട് ഈ കോസ്റ്റ് ഫോർഡ് എന്ന നിർമ്മാണ കമ്പനി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാധാരണ പഞ്ചായത്തിലെ കോൺട്രാക്ട് വർക്ക് എടുക്കുക നമ്മുടെ കോൺട്രാക്ടർമാർ, നാട്ടിലുള്ള കോൺട്രാക്ടർമാരാണ് എടുക്കുക. അവിടെ നമ്മളെ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ആ ശ്മശാനത്തിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത്. അദ്ദേഹം അവിടെ പൈസ ഇതുവരെ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഈ ധൃതിയിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ സമ്മർദ്ദം ചെലുത്തി പഞ്ചായത്ത് നേരിട്ടാണ് അതിൻ്റെ വർക്ക് നടത്തുന്നത്. അപ്പോൾ സ്പീഡിൽ ചെയ്യാൻ കഴിയും. കോസ്റ്റ് ബോർഡിനെ ഒരു 10 തവണ വിളിച്ചാൽ പോലും അവർ റെസ്പോണ്ട് ചെയ്യില്ല. അവർക്ക് ഫണ്ട് നമ്മൾ നൽകിയാലും അവർ പണി ചെയ്യുന്നില്ല. അവിടെ വളരെ സാമ്പത്തിക പ്രയാസവും പൊളിഞ്ഞു പോകുന്ന കമ്പനിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഈ കമ്പനിക്ക് ആരാ വർക്ക് കൊടുത്തത്? വടക്കേക്കാട് പഞ്ചായത്താണോ? അല്ല, പഞ്ചായത്ത് കൊടുത്തത് ജില്ലാ പഞ്ചായത്താണ് വർക്ക് കൊടുത്തത്. ഇത്തരം കമ്പനിക്ക് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നല്ലൊരു നിർമ്മാണ കമ്പനിക്ക് ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കണമെങ്കിൽ ആ പണി പൂർത്തീകരിക്കാൻ സാധിക്കും. അത് മനഃപൂർവ്വം ഡിലേ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു ആയുധമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി കോൺട്രാക്ട് ചെയ്യുന്നില്ല വർക്ക്. പഞ്ചായത്തിനുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്തിനും കൃത്യമായ ഫണ്ട് നൽകുന്നുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇന്നും അവിടെ പണി നടക്കുന്നുണ്ട്. അവിടെ പോയി നോക്കിയാൽ അറിയാം. പിന്നെ ലൈഫിൻ്റെ കാര്യം പറഞ്ഞു. മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിട്ട് തീരദേശ മേഖലയാണ്. അവിടെ ഒരുപാട് അപേക്ഷകരുണ്ട്. ഒരുപാട് ഭൂമി അവിടെ ഉണ്ട്. വടക്കേക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് അപേക്ഷകർ അവിടത്തേക്കാൾ കുറവാണ്. മാത്രമല്ല നമുക്ക് ഒരു സെൻറ്റ് ഭൂമി പോലും നമുക്ക് അവിടെ വെറുതെ കിട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. വലിയ വിലയുള്ള മേഖലയാണ് വടക്കേക്കാടിനെ സംബന്ധിച്ച്. അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നമുക്ക് ഭൂമി വാങ്ങുക എന്നുള്ള കാര്യം വലിയ സംഖ്യ ചെലവ് വരുന്നതാണ്. നമുക്ക് സൗജന്യമായിട്ട് ഭൂമി കിട്ടുന്നില്ല. എത്ര പേർക്ക് വീട് നിർമ്മിച്ചു വളരെ ചുരുങ്ങിയ ആളുകൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭൂമിയുള്ള ആളുകൾക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ട്, വീട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിലൊരു കാര്യം കൂടി പ്രത്യേകം പറയാനുണ്ട്. ഞങ്ങൾ UDF എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അനാവശ്യമായ നിയമങ്ങൾ അതിൽ കൊണ്ടുവന്നുകൊണ്ട് അർഹരായവരെ പോലും മാറ്റി നിർത്തുന്ന ഒരു സർവേയാണ് കളക്ടറിൽ നിന്ന് വന്ന് നടത്തിയത്. ഒരുപാട് അനാവശ്യമായ നിയമങ്ങളാണ് അതിൽ ചേർത്തിട്ടുള്ളത് ലൈഫിൽ. ആ ലൈഫ് പദ്ധതി അതിനു മുമ്പ്
ഞങ്ങൾ 350ഓളം വീട് കൊടുത്തല്ലോ. ആ പദ്ധതി 2010 ഞങ്ങൾ നടത്തിയ പഞ്ചായത്താണ്. ഒരു വർഷത്തിൽ ഒരു മെമ്പർക്ക് 5 വീടെങ്കിലും ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളത് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവാൻ സാധിക്കും. ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് മെമ്പർമാർക്ക് ഒരു ഉത്തരവാദിത്വമില്ല, പഞ്ചായത്തിന് ഒരു നിയന്ത്രണം അക്കാര്യത്തിലില്ല. ലൈഫിൽ ആരാണ് അർഹരെ തീരുമാനിക്കുന്നത്? ഉദ്യോഗസ്ഥരാണ് അർഹരെ തീരുമാനിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് ഒരു റോളും ഇല്ല അക്കാര്യത്തിൽ. 10ഉം 12ഉം ആളുകളുള്ള ആളുകൾക്ക് ചിലപ്പോൾ 10 സെൻറ്റ് ഭൂമിയാണ് ഉണ്ടാവുക. അവർക്കെല്ലാം ലൈഫിൽ ഭൂമി കൊടുക്കാൻ ഇവർക്ക് കഴിയുമോ? അനാവശ്യമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അർഹരായ ആളുകളെ മാറ്റി നിർത്തേണ്ട ഒരു രീതിയിലാണ് ലൈഫിന്റെ പുന്നൂരിലും പുന്നൂർക്കുളത്തും 500 പേർക്കോ അല്ലെങ്കിൽ 250 പേർക്കോ 300 പേർക്കോ കൊടുക്കുമ്പോൾ ഇവിടെ 100 പേർക്ക് താഴെ മാത്രമേ വീട് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത്ര അപേക്ഷകരാണ്. ഈ അപേക്ഷകർ 500 അപേക്ഷ വന്നാൽ അതിൽ ബാക്കിയുള്ള അപേക്ഷകരൊക്കെ പുറത്തു പോവാണ്. അനാവശ്യമായ നിയമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആവശ്യമില്ലാത്ത നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് സർവേ ചെയ്യുന്നത് പഞ്ചായത്താണോ? ഒരു പ്രാവശ്യം സർവേ പഞ്ചായത്ത് ചെയ്യും. പിന്നീടുള്ള സർവേകൾ എത്ര സർവേ നടന്നു കളക്ടറേറ്റിൽ? ഭരണസമിതിക്ക് ഒരു റോളുമില്ല. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു റോളുമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള മറ്റു മെമ്പർമാർ 5:30 മണിക്ക് രാവിലെ പുലർച്ചെ പോയി ക്യൂ നിന്നിട്ടാണ് ഇവരെ അപേക്ഷകൾ അവിടെ കളക്ടറേറ്റിൽ കൊടുത്തത് ലൈഫിൻ്റെ തുടക്കകാലത്ത്. എന്നിട്ട് എത്ര പേർക്ക് ലഭിച്ചു? അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി മറ്റു അനർഹരെന്നും പറഞ്ഞ് മാറ്റി നിർത്താനുണ്ടായത്. അതുകൊണ്ടാണ് പിന്നെ തീരദേശ മേഖലയിലോടുത്ത് കുറേ ആളുകൾക്ക് ഈ മാനദണ്ഡത്തിൽ വരുന്ന ആളുകളുണ്ട്. അവർക്ക് വീട് നൽകാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ലൈഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചായത്തിലെ ഫണ്ട് നൽകുന്നതൊക്കെ കൃത്യമായി നൽകിയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന് കൃത്യമായ ഉദ്യോഗസ്ഥരെ നൽകാതെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായത്. കൃത്യമായ സ്റ്റാഫിന് നൽകാതെ, കൃത്യമായ ജോലിക്കാരെ നൽകാതെ പഞ്ചായത്തിലെ ഫയലുകൾ മൂവ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പ്രമേയം പാസ്സാക്കുക അല്ലെങ്കിൽ സമരം നടത്തുക അല്ലെങ്കിൽ ഞങ്ങൾ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ എതിർത്തിട്ട് ഞങ്ങൾ സമരം പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടല്ലോ. എത്ര നിവേദനങ്ങൾ നമ്മൾ കൊടുത്തു. സ്റ്റാഫിനെ കൃത്യമായി നൽകിയില്ല. മാത്രമല്ല KSMART എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകാതെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജനങ്ങളെ വലക്കുന്ന ഒരു ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല കോർപ്പറേഷനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള സ്റ്റാഫുകളൊക്കെ മാറി വരുമ്പോൾ അവർക്ക് അത്ര പരിചയമില്ല, ഈ ഇതിൽ സിസ്റ്റത്തിൽ ചെയ്യാൻ അറിയുന്നില്ല. അവർക്ക് കൃത്യമായ പരിശീലനം നൽകാതെയാണ് ഈ സർക്കാർ അത്തരത്തിലുള്ള നടപടി ചെയ്തത്. ഇത് നല്ല കാര്യം തന്നെ. നമുക്ക് വരാൻ പോകുന്ന ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ നമുക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കാലത്തിനനുസരിച്ച് ഓഫീസുകളും സ്ഥാപനങ്ങളും ഒക്കെ മാറണം, ഭരണ സംവിധാനമൊക്കെ മാറണം. പക്ഷെ അതിന് വേണ്ടത്ര പരിശീലനം നൽകണ്ടേ? എത്ര ആളുകൾ പ്രയാസപ്പെട്ടു, ക്യൂവിലും മണിക്കൂറോളം നിന്നിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോഴുണ്ടോ? ഇപ്പോഴും അവർ കൃത്യമായ ട്രെയിനിങ് നൽകുന്നുണ്ട്. ഏതെങ്കിലും പ്രതിപക്ഷ സ്വഭാവമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രം എന്ന് പറഞ്ഞ സമീപ പഞ്ചായത്തുകളിൽ ഈ പ്രശ്നം ഉണ്ടല്ലോ. അത് ഭരണപക്ഷവുമായി ബന്ധമുള്ളവർ പറയില്ല. ഞങ്ങളെ പോലുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫയലുകൾ മൂവ് ചെയ്യാതെ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് വളരെ അമർഷക്കാര്യത്തിലുണ്ട്. അതൊക്കെ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. സംഗതി സോഫ്റ്റ്വെയർ വേണം, അത് കൃത്യമായ പരിശീലനം നൽകണ്ടേ മെമ്പർമാർക്കും അതുപോലെ തന്നെ പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും. രാഷ്ട്രീയ വേതനത്തിന്റെ കാര്യം വരില്ലല്ലോ, ടെക്നിക്കാലിറ്റിയുടെ പ്രശ്നം അത് ചെയ്തില്ലല്ലോ. ഞാൻ പറയുന്നത് അതൊരു വീഴ്ചയല്ലേ, വലിയ വീഴ്ചയല്ലേ. അത്തരത്തിൽ പഞ്ചായത്തിൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാകും. എന്നിട്ടും പഞ്ചായത്തിലെ ഒരാൾക്കൊക്കെയാണ് ഒരു ട്രെയിനിങ് മാത്രം നൽകുന്നത്. പിന്നെ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല. ഓക്കെ, പ്രസിഡന്റിന്റെ വാദത്തോടെ എങ്ങനെ യോജിക്കുന്നു? പ്രസിഡന്റ് പറയണു ലൈഫിന്റെ കാര്യം എല്ലാ പഞ്ചായത്തിലും ഒരേപോലെ തന്നെയാണ് സർക്കാർ ഉത്തരവ് ഇറക്കണത്. അപ്പോൾ അത് പ്രകാരം തന്നെയാണ് എല്ലാ പഞ്ചായത്തുകളിലും വീടുകൾ കൊടുക്കണത്. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാല് സർവേ മറ്റു മാനദണ്ഡങ്ങളൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും മെമ്പർമാർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റോളില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞു. എന്നാലും നമ്മളെ വാർഡിലുള്ള വീടുകൾ എങ്ങനത്തെയാണ് അവസ്ഥ എന്ന് നമുക്കറിയാം. നമ്മൾ ആ സർക്കാർ മാനദണ്ഡ പ്രകാരം തന്നെയാണ് എല്ലാ വാർഡിലും വീടുകൾ. പക്ഷേ ഭരിക്കണ UDF പാർട്ടിക്ക് ലൈഫ് എന്ന് പറഞ്ഞ ഒരു പുച്ഛാണ്. എന്ത് കാര്യം പറഞ്ഞാൽ ലൈഫ് ഞങ്ങൾ ഇനി അടുത്ത് കയറി കഴിഞ്ഞാൽ ലൈഫിനെ മാറ്റും, തള്ളിക്കളയും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവർ പറഞ്ഞു അവരുടെ മുൻ കാലഘട്ടത്തിൽ അവർ ഇത്ര വീടുകൾ കൊടുത്തു എന്നുള്ളത്. ഇപ്പോഴും അതിൻ്റെ ലോൺ അടവ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിൽ. ലോൺ എടുത്തിട്ടാണ് അന്നത്തെ കാലത്ത് വീടുകൾ നൽകിയിട്ടുള്ളത്. ഇപ്പോഴും ലോൺ കഴിഞ്ഞിട്ടില്ല അവരുടെ UDF സർക്കാരിൻ്റെ കാലത്ത്. ഇപ്പോഴും അവർ തന്നെയാണല്ലോ ഇത്രയും വർഷങ്ങളായിട്ട് പഞ്ചായത്ത് UDF തന്നെ ഭരിക്കണത്. ഇപ്പോഴാണ് ലൈഫ് പദ്ധതി സർക്കാർ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ലോണുകളും കാര്യങ്ങളും എടുത്തിട്ട് അവർക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ലൈഫ് വന്ന സ്ഥിതിക്ക് ലൈഫ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ട് ലൈഫിൽ വീടുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അന്നത്തെ കടങ്ങൾ ഇപ്പോഴും കഴിയാതെ ഇരിക്കുകയാണ്.
പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ള പഞ്ചായത്തുകളിൽ എന്ന് വെച്ചാൽ 600-700 വീടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ കുറച്ച് അപേക്ഷകൾ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് അവർക്ക് പോലും മുഴുവനാക്കാൻ സാധിച്ചിട്ടില്ലേ പഞ്ചായത്തിനെ. അപ്പോൾ അവരെന്തുകൊണ്ടാണ് അത് മുഴുവനാക്കാത്തത്? അവിടെ എന്ന് പറഞ്ഞാൽ 600-700 അല്ലെങ്കിൽ 1000 അപേക്ഷകരുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കുറച്ച് അപേക്ഷകരുള്ളൂന്ന്. ഇത് 100-ന് താഴെയുള്ള വീടുകളാണ് പഞ്ചായത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ അപേക്ഷ വന്നത് മുഴുവൻ ആക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നമ്മുടെ GML കല്ലിങ്ങൽ സ്കൂളിനെ ഒരു മരക്കാർ കുടുംബം സ്ഥലം കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് ഇതുവരെ അതിൻ്റെ ഒരു സ്കൂൾ വെക്കാൻ സാധിക്കാതിരുന്നത്? സ്കൂളിനെയാണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞു നഞ്ചയാണ്, നഞ്ച മാറ്റി കഴിഞ്ഞാലാണ് അത് സാധിക്കുള്ളൂ എന്ന്. ആ തരം മാറ്റാനുള്ള നടപടികൾ ചെയ്താലല്ലേ MLA പറഞ്ഞാൽ തന്നെ നമുക്ക് സ്കൂൾ പണിയാനുള്ള ഫണ്ട് MLA തരും. ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് സ്കൂൾ പണിയാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സ്ഥാപനം ബിൽഡിംഗ് ഉണ്ടാക്കാനോ ഉള്ള അപേക്ഷ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് MLA വടക്കേക്കാട് പഞ്ചായത്തിനെ സമ്പൂർണ്ണമായി അവഗണിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഒരിക്കലുമില്ല. ഇവിടെ നിന്ന് അപേക്ഷകൾ വല്ലതും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പം നമ്മൾക്ക് മരക്കാർ കുടുംബം സ്ഥലം കൊടുത്തിട്ടുണ്ട്, സൗജന്യമായിട്ട് സ്ഥലം കൊടുത്തിട്ടുള്ളത്. ആ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് വെക്കാൻ വേണ്ടിയിട്ട് MLA ഇവിടുന്ന് ശുപാർശ പോയിട്ടുണ്ടോ എന്നുള്ളത് ഇവർ പറയട്ടെ. എന്നാലല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് എന്തെങ്കിലും റെക്കമെൻഡ് പോയാലാണ് അവിടെ നിന്നുള്ള ഫണ്ട് ഏക പ്രൈമറി വിദ്യാലയമാണ് നമ്മളെ വടക്കേട് പഞ്ചായത്ത്. ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും ബിൽഡിംഗ് ആകെ എല്ലാ പഞ്ചായത്തുകളിലും ഹൈടെക് സ്കൂൾ വിദ്യാലയങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ എവിടെ നോക്കിയാലും കാണാം ഹൈടെക് വിദ്യാലയങ്ങൾ. ശുഷ്കാന്തി കാണിക്കണില്ല. നമ്മളത് ഇവിടെ നിന്നുള്ള നമ്മളിവിടുന്ന് പറയണതനുസരിച്ചാണ് നടന്നിട്ടില്ല. പ്രസിഡന്റ് കല്ലിങ്ങലെ ബന്ധപ്പെട്ട കാര്യം, പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ്, ഒരുപാട് വർഷമായിട്ടുള്ളതാണ്. ഒരു രേഖാമൂലം MLAക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊസീഡിങ്സ് നൽകിയിട്ടുണ്ട്. അത് മെമ്പർക്ക് അറിയാതെയാണ്. തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് മരക്കാർ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾ ആ ഭൂമി കണ്ടെത്തിയത്. അവരൊരു കൂട്ടുകുടുംബമാണ് നമുക്ക് നൽകിയത്. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് എടുക്കാൻ അവരുടെ കുടുംബ അംഗങ്ങൾ കൂടുതലും കോടതിയിലും മറ്റുമൊക്കെ ആയിരുന്ന കേസുകളൊക്കെ അവസാനിപ്പിച്ച് നമ്മളത് നമ്മുടെ പേരിലേക്ക് മാറ്റുകയും അതനുസരിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഇന്നത് ആ നഞ്ച മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ അജണ്ട വെച്ച് മാറ്റി എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളതിന് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. നഞ്ച മാറ്റിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ 13-ാം തീയതി തോന്നുന്നു അതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് തിരുവനന്തപുരത്ത് പോയി അശോക് എന്ന IAS സാറിനെ കണ്ട് അതിൻ്റെ പലതവണ പോയിട്ടാണ് നമുക്കത് മാറ്റി കിട്ടിയത്. ഇത് ഇവർക്കറിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ, ഈ സ്കൂളിന് ഫണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല എന്ന് മെമ്പർ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, അതിന് ഫണ്ട് വെക്കണം എന്ന് ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ഇവർ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? ഇല്ല. അതിന് കൃത്യമായി തന്നെ MLA കണ്ട് അതിൻ്റെ നിവേദനം ഞാൻ നേരിട്ട് കൊടുത്തിട്ടുള്ളതാണ്, പലതവണ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈഫിലെ കാര്യത്തിൽ സ്ഥലം കണ്ടെത്താനുള്ള ഒരു പ്രയാസം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്ഥലം വളരെ വില കൂടുതലുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് നമുക്ക് സംഭവിച്ചത്. അതെ, മറ്റുള്ള സ്ഥലമുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഇപ്പൊ അതിന്റെ സംഗമങ്ങൾ വരെ നടന്നല്ലോ, നമുക്ക് അപേക്ഷകർക്ക് ഒരുവിധം കൊടുത്തിട്ടുണ്ട്. പിന്നെ കൃത്യമായി പണം അവർക്ക് കൊടുക്കണ്ടേ? ഇപ്പോഴും എത്ര ആളുകൾ ഇന്നും എന്നെ ഒരാൾ വിളിച്ചു, അവർക്ക് പണം കൊടുക്കാൻ പണം തരേണ്ട സർക്കാർ. പഞ്ചായത്തിന്റെ വിഹിതം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1 ലക്ഷം പേർക്ക് സംസ്ഥാനത്താകെ ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ച് നൽകിയെന്നാണ് LDF സർക്കാരിന്റെ. അതെ, അത് ഈ തീരദേശ മേഖലയിലുള്ള ആളുകളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്പേഴ്സ് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ ഓരോ പഞ്ചായത്തിലും. അതെ, ആയിക്കോട്ടെ. നമുക്ക് ഞാൻ പറയുന്നത് നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ നടത്തിയ ഭരണ സമയത്ത് നമ്മളത് നമുക്ക് കൂടുതൽ പേർക്ക് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കത് ഈ അപേക്ഷകരും നമുക്ക് കുറവായിട്ടുണ്ട്. അനാവശ്യം കുറേ അപേക്ഷകർ തള്ളിപ്പോയിട്ടുണ്ട്, ആ മാനദണ്ഡത്തിൽ പെടാത്ത ആളുകൾ. MCF, ക്രിമിറ്റോറിയം, കല്ലിങ്ങൽ സ്കൂള്, ഈ 3 കാര്യത്തിലും പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായ രീതിയിൽ അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വർഷം എടുത്തു. നമ്മൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ MLA ഇടപെട്ടു. അങ്ങനെ ഭരണകക്ഷിയിലുള്ള ആളുകളൊക്കെ ഇടപെട്ടിട്ട് പോലും അതിൻ്റെ ഒരു നഞ്ച മാറ്റിയ കാര്യം ചെയ്തു തരാൻ സമയമെടുത്തു. ഇപ്പോഴും ആരും ഇടപെട്ടിട്ടൊന്നുമല്ല. കൃത്യമായി തിരുവനന്തപുരത്ത് 2 തവണ ഞാൻ പോയ ആളാണ്. ഞാൻ പോയിട്ട് അവിടെ അവരുമായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് അതിൽ ഇടപെട്ടുകൊണ്ടാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അത് MLAക്ക് രേഖാമൂലം ഞാൻ പലവട്ടം കൊടുത്തിട്ടുണ്ട്. നമ്മളാരെയും കുറ്റപ്പെടുത്താനല്ല, നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക്
ആ കാര്യങ്ങൾ നടക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ഫണ്ട് MLA പഞ്ചായത്തിന് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല, സാമ്പത്തികമായിട്ട് നമുക്ക് പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തണില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അതെ അതിൽ തന്നെ നിൽക്കുന്നു, ആരോപണമുണ്ട്, അതിൽ നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ എടുത്തു നോക്കൂ, തൊട്ടടുത്ത പഞ്ചായത്തുകളിലേക്ക് എത്ര ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പുന്നൂർക്കുളം, പുന്നൂര് പോലുള്ള പഞ്ചായത്തുകൾ എടുത്തു നോക്കൂ. ശ്മശാനമൊക്കെ അവിടെ വന്നത് അത്തരത്തിലുള്ള ഫണ്ടുകൾ ലഭിച്ചുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് ഞങ്ങളെ ലീഡേഴ്സ് ഉറപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത കാലഘട്ടത്തിലെങ്കിലും നമുക്ക് UDF ഭരണം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക പാക്കേജ് വടക്കേക്കാട് പഞ്ചായത്തിന് കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴേ പ്രതീക്ഷയുള്ളൂ. ഇപ്പോൾ ഇനി ഇലക്ഷൻ വരാൻ പോവല്ലേ. ഇതിൽ ഇപ്പോൾ ഗ്രാമീണ മേഖലയാണ്, ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ, തെരുവുകളൊക്കെകളുടെ അവസ്ഥ, അതൊക്കെ എങ്ങനെയാണ്? പിന്നെ കാർഷിക മേഖലയിൽ എന്തൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതി? എങ്ങനെയാണ് CPM? കാർഷിക മേഖലയുടെ കാര്യം പറയുകയാണെന്നുവെച്ചെങ്കിൽ നമ്മുടെ വടക്കേട് പഞ്ചായത്തിൽ കൃഷിഭവന് കൊടുത്തിട്ടുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ സാധനങ്ങൾ അത്യാവശ്യം വേണം. പക്ഷേ എന്നാലോ അതൊന്നും കൃത്യമായ രീതിയിലല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. സർക്കാർ എല്ലാ നല്ല രീതിയിലുള്ള പദ്ധതികളാണ് നമുക്കിവിടെ ആവിഷ്കരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ അത് പഞ്ചായത്ത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണില്ല. റോഡുകളുടെ ആയാലും തെരുവുകളൊക്കെ ആയാലും വിളക്കുകളൊക്കെ കത്താതെ കിടന്നിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് അത് നന്നാക്കി തരുന്നത്. വിളിച്ചാൽ പോലും എടുക്കില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇപ്പോഴും ഇരുട്ടിൽ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതായത് റോഡ് മോശമായിട്ടുള്ള അവസ്ഥയാണ് റോഡിൻ്റെയൊക്കെ. പല റോഡുകളും മോശമായിട്ട് തന്നെ കിടക്കുന്നത് പല സ്ഥലങ്ങളിലും. ഇപ്പോഴും റോഡുകൾ അതേപോലെ തന്നെ നമ്മളൊരു ഫണ്ട്, ഒരു വാർഡിലേക്ക് ഒരു ഫണ്ട് വകയിരുത്തിയത്, ആ ഫണ്ട് അംഗൻവാടി മദ്രസയ്ക്കുള്ള ഒരു റോഡിനുള്ള ഫണ്ടായിരുന്നു. അത് ഇവർ UDF ഭരിക്കുന്നവർ ആ ഫണ്ട് അവരുടെ ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങൾക്കത് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫണ്ട് വേറൊരു റോഡിലേക്ക് വകയിരുത്തിയിട്ട് പോലും അങ്ങനെയുള്ള അവസ്ഥകളും നമ്മൾ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് ആ വാർഡിലേക്ക് തന്നെ വിവേചനമുണ്ട്, കൃത്യമായ വിവേചനം കാണിക്കുന്നുണ്ട്. എന്നിട്ട് അത് അവിടെയുള്ള ആൾക്കാർ പോലും പരാതി കൊടുത്തിട്ട് പോലും ആ റോഡിനെ ഫണ്ട് വകയിരുത്തിയില്ല. ആ ഫണ്ട് എടുത്തിട്ട് വേറെ റോഡിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അവിടെ റോഡിലെ MLA, അതായത് LDF ഭരിക്കുന്ന വാർഡാണ്, അവിടെ MLA 45 ലക്ഷം എമൗണ്ട് കൊടുത്തിട്ടാണ് ആ റോഡിന് ഫണ്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ടും ആ റോഡിലേക്ക് വേണ്ടിയിട്ടാണ് ഈ 5 ലക്ഷം രൂപ ആ വാർഡിൽ നിന്ന് മാറ്റി വകയിരുത്തിയത്. അത്ര പോലും അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് ഞങ്ങളുടെ, അതായത് പ്രതിപക്ഷത്തിനോട് കാണിക്കുന്നത്. എന്താ മെമ്പർ, ഇത്ര വിവേചനം ഉണ്ടായിട്ട് എന്താണ് CPMന്റെ മെമ്പർമാർ ഒരു സമരം നടത്താത്ത, ഒരു വിയോജനക്കുറിപ്പ് നൽകാത്ത? എന്താ അത്രമാത്രം എന്താ പറയുക, നിഷ്ക്രിയായിട്ടിരിക്കുകയാണ്? പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ട്, ഒരു സമരം നടത്തണ്ട, ഒരു പ്രക്ഷോഭത്തേക്ക് പോകണ്ട, ഒരു പ്രതിഷേധ സമരത്തേക്ക് പോകണ്ട? പാർട്ടിയുടെ നിർദ്ദേശമൊന്നുമില്ല. ഞങ്ങളുടെ വിയോജനക്കുറിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാം ഞങ്ങളുടെ വിവേചനക്കുറിപ്പ് എത്രത്തോളം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ജനകീയ സമരം നടത്താൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം ഈ CPMന്? ഞങ്ങൾക്ക് സമരം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ശ്മശാനത്തിന്റെ രീതിയിൽ ഞങ്ങൾ സമരം വെച്ചിട്ടുണ്ട്. BJPക്ക് വലിയ സമരങ്ങൾ നടത്തി ഈ സമയത്ത്. ഞങ്ങളും സമരം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയുള്ള സമയത്തും ഈ ഭരണസമിതിയുള്ള സമയത്തും നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുള്ളത് തന്നെയാണ്. അവർ നടത്തിയ എല്ലാ വികസനം അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്തെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. ഇല്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്താ വെച്ചാൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ നിയമപ്രകാരം നമ്മൾ വിയോജനക്കുറിപ്പ് രീതിയിലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ആയിരുന്നു 5 കൊല്ലം. പിന്നെ ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. പ്രസിഡന്റ് ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, അതിലും വിവേചനം പറയുന്നു. പ്രതിപക്ഷ വാർഡുകൾ വേണ്ട, അവിടെ കൊടുക്കില്ല. നമുക്ക് നോക്കിയാൽ നമുക്ക് പരിശോധിച്ചാൽ അത് ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. കാരണം എല്ലാ വാർഡിലും തുല്യമായിട്ട് തന്നെയാണ് ഫണ്ട് നൽകിയിട്ടുള്ളത്. ചിലപ്പോൾ ചില വാർഡുകൾക്ക് ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ നികത്തി കൊടുത്തിട്ടുണ്ട്. മെമ്പർ തന്നെ ഇടപെട്ടിട്ട് കൊണ്ട് ചില വാർഡുകൾക്ക് എന്നിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ചില ഫണ്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മളെ സംബന്ധിച്ച് റോഡുകൾ ലഭിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി നമ്മൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂ റോഡിന് എത്ര ഫണ്ട് കിട്ടും? ആ ഫണ്ട് അവർ പറയുന്ന റോഡിനാണ് നമ്മൾ വെച്ച് കൊടുക്കൽ. അവിടെ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ ഒരു മെമ്പറാണെന്ന് അവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് അവിടെ നാട്ടുകാരില്ലേ, അവർക്ക് റോഡ് വേണ്ടേ? ഒരു പ്രതിപക്ഷ ഭരണപക്ഷം മെമ്പർ CPM ആണെന്ന് കരുതിയിട്ട് അങ്ങനെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അത്തരം വിഷയങ്ങളിലൊക്കെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ്, ഒരു ജനപ്രതിനിധിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പാർട്ടിയുണ്ട്, എനിക്ക് ഈ പറഞ്ഞതുപോലെ എൻ്റെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഞാനൊരു പ്രസിഡന്റ് എന്ന രീതിയിൽ രാഷ്ട്രീയമോ ജാതിയോ മതം നോക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. അങ്ങനെ തന്നെയാണ് ഈ 2.5 വർഷം എൻ്റെ ഭരണം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് മുൻപും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ ഭരണപ്രതിപക്ഷ തമ്മിലുണ്ടാകുന്ന മറ്റ് പഞ്ചായത്തുകൾ എടുത്ത് നോക്കൂ, അവിടെയൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഈ വടക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എടുത്ത് നോക്കൂ. നേരത്തെ ഇപ്പം മെമ്പർ സൂചിപ്പിച്ച ആ റോഡിന് ആ മെമ്പർക്ക് പരാതിയില്ല. കാരണം അവരെ
വാർഡിലെ ഒരു പ്രശ്നം MLA നൽകിയ ആർബർ ഫണ്ട് ഉപയോഗിച്ച് വലിയൊരു റോഡിൻ്റെ പണി അവിടെ നടക്കുകയാണ് അവരുടെ വാർഡിലെ. അവിടെ വലിയ പ്രശ്നമുള്ളതാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റു ഫണ്ടുകളൊന്നും നൽകാൻ തയ്യാറല്ല. ആ ഇഷ്യൂ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമുക്കത് തീർക്കാൻ സമയമില്ല. ആ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ തന്നെ മറ്റൊരു റോഡിൻ്റെ ഫണ്ട് അവരുടെ അനുഭവത്തോട് കൂടിയിട്ട് നമ്മൾ അതിന് ഒരു അഴുക്കുചാല് നിർമ്മാണം കൂടിയിട്ട് ആ ഒരു കാര്യം കൂടി അവിടെ വേണം എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യവും പരാതിയും വിഷയമായപ്പോൾ ആ റോഡ് പണി മറ്റു പണികൾ നടക്കാതായപ്പോൾ നിർബന്ധമായിട്ട് അത് വെക്കേണ്ടി വന്നത് ആ മെമ്പറുടെ അനുമതിയോട് കൂടിയാണ് വെച്ചത്. മറ്റൊന്ന്, ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ 9 UDF മെമ്പർമാരുണ്ട്. ഞങ്ങളൊരു മെമ്പറെ വാർഡിലാണ് അത്തരത്തിലൊരു പ്രശ്നം വന്നാൽ ഞങ്ങളെ ഫണ്ടിൽ നിന്ന് ഓരോ ലക്ഷം രൂപ എടുത്ത് അത് പരിഹരിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യം ചോദിച്ചു, ഇവരെ വാർഡിലെ കുറേശ്ശെ സംഖ്യ എടുത്തിട്ട് അത് പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ വാർഡിലെ ഫണ്ട് തൊടാൻ കഴിയില്ല. അത് സഹ മെമ്പർക്കായാലും തൻ്റെ LDFൻ്റെ കൂടെയുള്ള മെമ്പർക്കായാലും ശരി, അത് നൽകാൻ അവർ തയ്യാറല്ല. അപ്പോൾ നമുക്ക് ഒരു റോഡിൻ്റെ ഫണ്ട് എടുത്തിട്ട് അത് ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ ഫണ്ട് ആ മെമ്പറുടെ അനുഭവത്തോടു കൂടിയാണ് നമ്മൾ നൽകിയത്. അത് അടിസ്ഥാനത്തിലുള്ള ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അതൊരു തെറ്റാണോ, വീഴ്ചയാണോ? അടുത്ത വർഷത്തെ ഫണ്ട് ആ റോഡിന് വെക്കാനും കൂടി തീരുമാനിച്ചു. അടുത്ത വർഷത്തെ ഫണ്ട് അതല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടില്ല. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പിന്നീട് ഈ പ്രശ്നം ഈ ഒരു 5 ലക്ഷം കൊണ്ട് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതിന് കൂടുതൽ ഫണ്ട് വേണം. ആ ഫണ്ട് ഇനി നമുക്ക് ഈ വർഷം വെക്കാനുള്ള ഒരു സാധ്യതയില്ല. ഫണ്ട് പൂർണ്ണമായി അവസാനിച്ചു. ആ റോഡിൻ്റെ കോളനികളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡ് കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് അത് ആ മെമ്പറുടെ അനുഭവത്തോടു കൂടിയാണ് നമ്മൾ വെച്ചത്. പിന്നീട് ആദ്യം മെമ്പർ സമ്മതിച്ചെങ്കിൽ പോലും പിന്നീട് മെമ്പർ തീരുമാനം മാറ്റി പറയാനുണ്ടായത്. തീരുമാനം മീൻസ് അവർ ഒപ്പിട്ട് കൊടുക്കാനുണ്ടായത്. കാർഷിക മേഖല തെരുവുകളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പഞ്ചായത്താണ് വടക്കേക്കാട് പഞ്ചായത്ത്. അത് വെറുതെ പറയാം, അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. ചെറിയ മെയിൻ്റനൻസ് വരും. ഈ നമ്മുടെ നാട്ടുപ്രദേശമാണ്. നമ്മുടെ തെങ്ങും മാവും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളാണ്. കൊമ്പ് വീഴും, അതുപോലെ തന്നെ വെള്ളം വീഴും. ഇതിന് പ്രത്യേകിച്ച് വലിയ കവറൊന്നും ഇല്ലാത്ത ഓപ്പൺ ലൈറ്റുകളാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഈ ലൈറ്റുകളിൽ കംപ്ലൈൻറ്റുകൾ വരും, കാലതാമസം സാധാരണ ആ കോൺട്രാക്ടർ തന്നെയാണ് തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ ചെയ്യുന്നത്. അവർ ചിലപ്പോൾ താമസം എടുത്തുനിന്ന് വരും. അല്ലാതെ ഒരു പ്രശ്നവും തെരുവുവിളക്കുമായി ബന്ധപ്പെട്ടില്ല. എല്ലാ സ്ട്രീറ്റുകളിലും തെരുവുവിളക്കുകളുണ്ട്. സ്ട്രീറ്റ് മാൻ ഉള്ളിടത്തും ഉണ്ട്, ഇല്ലാത്ത സ്ഥലത്തുമുണ്ട്. ഒക്കെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടായ പഞ്ചായത്താണ് വടക്കേക്കാട്. തരിശുഭൂമി കൃഷിഭൂമിയാക്കിയ പഞ്ചായത്താണ് വടക്കേക്കാട്. അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിനും ചെയ്യാത്ത മണ്ണ് പരിശോധിച്ച് വളം നൽകുക എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്താണിത്. ആ വടക്കേക്കാട് പഞ്ചായത്തിന് അതിന് ജില്ലാടിസ്ഥാനത്തിൽ അവാർഡ് പോലും ലഭിച്ചു. ഒരു പഞ്ചായത്തും അതിന് ശേഷമാണ്, അന്ന് ഒരു പഞ്ചായത്തും ചെയ്തിട്ടില്ല. മണ്ണ് പരിശോധിച്ച് നമ്മുടെ പ്രളയത്തിന് ശേഷം നമ്മുടെ ഭൂമിയിലെ കൃത്യമായ അതിൻ്റെ മണ്ണ് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞ് അതിന് വളം നൽകുക എന്ന രീതിയിലുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പിന്നെ സർക്കാർ നൽകുന്ന എല്ലാ പദ്ധതികളും വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. എക്സ്പെൻഡിച്ചറൊക്കെ എങ്ങനെയാണ് പദ്ധതി പ്രവർത്തനം? 100% എക്സ്പെൻഡിച്ചർ ആവുന്ന ഒരു പഞ്ചായത്താണ്. പിന്നീട് ഒരുപാട് യുവാക്കളെ നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവാൻ സാധിക്കും. മണ്ടിക്കോട്ട് കടവ് പോലുള്ള മേഖലയിലൊക്കെ ധാരാളം തരിശുഭൂമികൾ കൃഷിഭൂമിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചന്തകൾ. പിന്നീട് പഞ്ചായത്ത് ഈ ഭരണസമിതി അത് തുടക്കം കുറിക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. സമ്പൂർണ്ണ പച്ചക്കറി എന്നുള്ളൊരു പദ്ധതി നമ്മൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. മുഴുവൻ പഞ്ചായത്തിലും നമ്മുടെ ചന്തകളിലും നമ്മുടെ നാട്ടിൽ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ കൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഒരു വാർഡിന് ഒരു പച്ചക്കറി എന്ന രീതിയിൽ ആദ്യം തന്നെ അതിൻ്റെ യോഗം നടന്നത് ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ വാർഡിലാണ് അതിൻ്റെ യോഗം നടന്നത്. അത് തുടക്കം കുറിച്ചു. പിന്നീട് അതിൻ്റെ കാര്യങ്ങളുമായി കൃഷിഭവൻ്റെ അംഗീകാരവും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇലക്ഷനായി. ആ പദ്ധതി നടപ്പിലാക്കിയാൽ അടുത്ത ഭരണസമിതിക്ക് നടപ്പിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് ഒരു 18 വാർഡുണ്ടെങ്കിൽ 18 വാർഡിൽ ഓരോ പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യുക. അതുപോലെ 5 സെൻറ്റ് മാതൃക കൃഷിത്തോട്ടം ഉണ്ടാക്കുക. അങ്ങനെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് പഞ്ചായത്തിൻ്റെ. അത്തരത്തിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാർഷിക മേഖലയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
എല്ലാ രംഗത്തും വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നാണ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വാർഡിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ UDF മെമ്പർമാരുടെ വാർഡുകളാണെങ്കിൽ അവരെല്ലാവരും കൂടി കുറച്ചേശ്ശെ തുകയെടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ തരത്തിലുള്ള സമീപനമുണ്ട്. നിങ്ങൾക്കതില്ല. നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ തയ്യാറല്ല. പ്രശ്നം അത് ദീർഘിപ്പിക്കാനോ അത് ഒന്ന് വലിച്ചു നീട്ടാനോ ശ്രമം നടത്തുന്നതാണ് പ്രസിഡന്റ് പറഞ്ഞത്. മെമ്പറുടെ മറുപടി എന്താ? അതെന്താന്ന് വെച്ചാൽ 2023-24 വർഷത്തിൽ സാമ്പത്തിക വർഷം തോന്നുന്നു ഇവര് നമ്മളെല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ട് സംയുക്തമായിട്ട് റോഡുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അതിൽ തന്നെ ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ ഇപ്പോഴും വർക്ക് ചെയ്യാത്ത റോഡുകളുണ്ട്. അവരുടെ എല്ലാം വാർഡുകളിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു വാർഡിൽ പറഞ്ഞല്ലോ 5 ലക്ഷം രൂപ വെച്ചിട്ട് ആ വാർഡിൽ പോലും ഫണ്ട് വെക്കാണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള വാർഡ് 6ാം വാർഡത്തെ റോഡുകളാണ് അവർ പണി പൂർത്തീകരിച്ച്. ആ മെമ്പർ പറഞ്ഞിട്ട് ആ റോഡിൻ്റെ അവസ്ഥ അപ്പോഴും അത്രയും മോശമായിരുന്നു. അതിന് ശേഷമാണ് MLA ഇടപെട്ടിട്ട് ഫണ്ട് അവിടെ ആ വാർഡിലേക്ക് കിട്ടിയത്. പിന്നെ പറഞ്ഞു അവിടുത്തെ മെമ്പർക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ മെമ്പർക്ക് പരാതി ഉണ്ട്. പരാതി ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ അവിടെ വിയോനക്കുറിപ്പ് കൊടുത്തതും കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ചതും. എന്നിട്ടും അവർ ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അധികാരം സത്യവിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയാണ്. അതെ, സത്യവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രസിഡന്റ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അത് ഐക്യകണ്ഠേന തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്, അതുകൊണ്ട് ആ ഫണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി വകയിരുത്തുക എന്നുള്ളത്. അതങ്ങനെ അവസാനിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൃഷി മേഖലയെ കുറിച്ച് പറഞ്ഞു. കൃഷിയുടെ കാര്യത്തിൽ അത്രയും നല്ല കൃഷിയുള്ള വടക്കേട് പഞ്ചായത്താണെങ്കിൽ അവിടെ വന്നാൽ അറിയാം ചന്തകൾ നടക്കുന്നുണ്ട്. ആ ചന്തകൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളതൊന്നും നിങ്ങൾ അടുത്ത ചന്തയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവുന്ന കാര്യമാണ്. അവിടെ വന്നാൽ അറിയാം വടക്കേട് പഞ്ചായത്തിൽ എത്രത്തോളം കൃഷി ചെയ്യേണ്ട മേഖലകളാണെന്നുള്ളത് ആ ഒരു ഇതിൽ. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ തെരുവിളക്കിൻ്റെ കാര്യം. തെരുവിളക്ക് കത്താതെ കിടക്കണ അത്യാവശ്യം പ്രസിഡന്റിനോട് വരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. പ്രസിഡന്റ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും വാർഡുകളിൽ വിളക്കുകൾ ഇപ്പോഴും കത്തണില്ല, ഇരുട്ടിലാണ്. അതായത് മദ്രസയിലേക്ക് പോകുമ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോഴും ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞങ്ങളോട് പല പ്രാവശ്യവും പറഞ്ഞിട്ട് ഞങ്ങൾ പ്രസിഡന്റ് പറയലുണ്ട് പ്രസിഡന്റ് ഒന്ന് ആളെ വിളിക്കുമോ. പ്രസിഡന്റ് തന്നെ പറയാറുണ്ട് ഞാൻ വിളിച്ചാൽ ആൾ ഫോൺ എടുക്കണില്ല എന്നുള്ളത്. പ്രസിഡന്റിന് തന്നെ അറിയാം, പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അത്രയും മോശം തന്നെയാണ് നമ്മൾ വടക്കേട് പഞ്ചായത്തിലെ ഈ ലൈറ്റ് തെരുവിളക്കിൻ്റെ കാര്യത്തിൽ. ഓക്കെ ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴേ പൊതുവായൊരു മറുപടി ഉണ്ട്. നേരത്തെ പറഞ്ഞ സത്യവിരുദ്ധ എന്നാണ് മെമ്പർ പറയണത്. അതിനൊപ്പം തന്നെ ഈ പൊതുവായ വിഷയങ്ങളുടെ മറുപടി എങ്ങനെയാണ്? മെമ്പർ അത് വെറുതെ ഒരു വാദത്തിന് വേണ്ടിയിട്ട് പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കണം. നമ്മളെ സംബന്ധിച്ച് വടക്കേകാട് പഞ്ചായത്തിൽ നമുക്ക് എല്ലാ മേഖലയിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് കൃത്യമായി പോരായ്മകൾ നികത്തിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അത് തെരുവിളക്കായാലും ശരി, കുടിവെള്ളമായാലും ശരി, എല്ലാ മേഖലയിലും നമ്മളതിനൊക്കെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഡിലേ വരുന്നത് കരാറുകാരൻ വരാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ ചെയ്ത് എടുക്കാണ്ട് അത് എടുക്കുന്നില്ല എന്ന് പറയുന്നതല്ല, ഫോൺ എടുക്കാണ്ടിരിക്കുന്നത് സത്യമല്ലേ. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അയാളെ ശാസിക്കേണ്ടടുത്ത് ശാസിച്ചിട്ടും അയാളെ ഫണ്ട് കൊടുക്കേണ്ട സമയത്ത് ആ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞും അയാൾക്ക് ഒരുവിധം ഒരു 90% കൃത്യമായി ചെയ്യുന്ന ഒരു കരാറുകാരനാണ്, കൃത്യമായി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരിക്കലും പരാതി ഈ സ്ട്രീറ്റ് ലൈറ്റിൽ തീർക്കാൻ നമുക്ക് കഴിയില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് മെമ്പർക്കും അറിയാം. ഈ പറയുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഒരിക്കലും നമുക്ക് ബോധപൂർവം ഒരു കാര്യത്തിലും കാലതാമസം ഉണ്ടായിട്ടില്ല. പിന്നെ കൃഷിയുടെ കാര്യത്തിൽ പറഞ്ഞത് നമ്മുടെ പച്ചക്കറി കൃഷിയിൽ വന്ന് നോക്കണം. നമ്മളെ ചന്തകൾ നടക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മളെ സംബന്ധിച്ച് തമിഴ്നാട് പോലെ വലിയ മാർക്കറ്റിൽ വിളവെടുപ്പ് നടത്തി കൊണ്ടുവരുന്ന നമ്മുടെ പഞ്ചായത്തിൽ കൃത്യമായി ചന്തകൾ നടക്കുന്നുണ്ട്. ആ ചന്തകൾ നമ്മൾ പഞ്ചായത്തിൽ ഉൽപ്പാദിച്ച പച്ചക്കറികളാണ്, അതിന് കണ്ടമാനം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ നെൽകൃഷി നിങ്ങളൊന്ന് പരിശോധിക്കുക. വന്നിട്ട് നെൽകൃഷി എത്രത്തോളം നെൽകൃഷികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നെൽകൃഷികൾ അത് മെമ്പർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വാദത്തിന് വേണ്ടി പലതും പറയാമെന്നല്ലാതെ ഇതിലൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് സത്യം. അതിൽ വാദത്തിന് വേണ്ടിയിട്ട് ഇല്ല എന്ന് പറയാമെന്നല്ലാതെ അതിൽ പല കാര്യങ്ങളും മെമ്പർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മെമ്പർക്കും അത് കൃത്യമായിട്ട് അറിയാം, ആ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടെന്നുള്ളത്. ഭരണപ്രതിപക്ഷം എന്ന രീതിയിൽ അവർ ഒരു വാദത്തിന് വേണ്ടി അതിനെ അസത്യം എന്തൊക്കെ പറയാമെന്നല്ലാതെ അതിനൊന്നും ഞാനൊരു കാര്യമായി അത് എടുക്കുന്നില്ല. അത് അത്തരത്തിലുള്ള നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച്
നല്ല രീതിയിൽ എല്ലാ മേഖലയിലും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് 100% എനിക്ക് പറയാൻ സാധിക്കും. MLA സർക്കാരിന്റെ ഒരു അവഗണന ഉണ്ടെങ്കിലും അതെന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എഫക്റ്റീവായ രീതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്ത് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 60 വർഷത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ്, വലിയ ഡോമിനേഷൻ ഉണ്ട്. പുതിയ തെരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? തുടർഭരണത്തിന്റെ കാര്യത്തിൽ എത്ര മാത്രം ഉറപ്പുണ്ട്? ഞങ്ങളെ സംബന്ധിച്ച് തുടർഭരണം കിട്ടുമെന്ന കാര്യത്തിൽ 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. തുടർഭരണം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന്റെ അകത്ത് തർക്കങ്ങളോ? ഒരു തർക്കങ്ങളില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ഒരു ചെറിയ തർക്കം പോലും ഇല്ലാതെ ഐക്യകണ്ഠേന മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഞങ്ങളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന്റെ ലക്ഷ്യം. മുൻപ് CPM-ന്റെ പിന്തുണയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ. CPM-ന്റെ പിന്തുണയിൽ നിന്ന് മുഴുവൻ പറയാൻ കഴിയില്ല. കാരണം ഞാൻ മത്സരിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പാർട്ടിക്കകത്തുണ്ടായ അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു സീറ്റിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒറ്റക്ക് നിന്ന് മത്സരിക്കേണ്ടതായിട്ട് വന്നു. നിലവിൽ പാർട്ടി ഒറ്റക്കെട്ടാണ്. മുൻകാലങ്ങളിൽ പല ആളുകളെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. അത് അന്ന് 400 വോട്ടിന് വിജയിച്ച ആളാണ് ഞാൻ ആ വാർഡിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അന്ന് അങ്ങനെ നേരിട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതിനുശേഷം പ്രശ്നങ്ങൾ തീർന്നു. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ഐക്യത്തോടു കൂടി ഞങ്ങളുടെ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനും 100% ഞങ്ങൾ വിജയം നേടാനും ഉണ്ടാവും. വേറൊരു സംശയക്കാര്യത്തിലില്ല. മെമ്പറെ, നമുക്കറിയാം സ്റ്റാറ്റസ് കോ നമുക്കറിയാം. എങ്ങനെയാണ് ഈ തവണ ഭരണം പിടിക്കുമോ? ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ LDF-ന് സാധിക്കുമോ? എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ട്? ഭൂരിപക്ഷം ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടാവും? എന്താണ് പ്രതീക്ഷകൾ? ഞങ്ങൾ എന്തായാലും നമ്മളുടെ ഈ വർഷം നമ്മൾ പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് കിട്ടിയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ നേട്ടമായിട്ട് വരുന്നത്. ഇപ്രാവശ്യം അതിന് കൂടുതൽ സീറ്റ് കിട്ടും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിലൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഡിവിഷൻ വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കൊക്കെ നല്ല വിജയം ഉണ്ടാവും തന്നെയാണ്. ഭരണം പിടിക്കും. 2025 മറ്റൊരു അധ്യായം കൂടി പൂർണ്ണമാവുകയാണ്. വടക്കേക്കാട് പഞ്ചായത്തിന്റെ വികസന വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് കഴിഞ്ഞുപോയത്. ചർച്ചയിൽ പങ്കെടുത്ത പഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്തിനെ നയിച്ച പഞ്ചായത്തിന്റെ സാരഥിയായിരുന്ന ശ്രീ നബീൽ NMK CCTV-യുടെ നന്ദി അറിയിക്കണം. ഒപ്പം തന്നെ CPM-ന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത പാർലമെന്ററി പാർട്ടി ലീഡർ രുക്മിയ സുധീറിനും നന്ദി അറിയിക്കുകയാണ്. CCTV-യുടെ ജനുവരി 2025 മറ്റൊരു തത്സമയ സംവാദത്തിൽ മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ അവലോകനമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.